എത്രയോ ആളുകൾ നമ്മുടെ റോഡുകളിലൂടെ പോകുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടവരുണ്ടാവും. എയർപോർട്ടിലെത്തി പാസ്പോർട്ട് മറന്നുവെച്ചത് തിരിച്ചു കൊണ്ടുപോകാൻ പോകുന്നവരുണ്ടായിരിക്കാം. എന്തൊക്കെ തിരക്കി പിടിച്ച ആൾക്കാർ അപ്പം ഉണ്ടാവും ഓരോരുത്തര്. ഞാനിപ്പോൾ ടാക്സ് അടിച്ചിട്ട് തന്നെയല്ലേ പോണത്, ഞാനും അവന്റെ ഭാരത്തിൽ ഇന്ത്യയിലെ റോഡ്. സംഭവം ശരിയാണ്. ഒന്ന് ഓരം ചേർന്ന് കൊടുത്താൽ എത്ര ഹൈറാണ്. പ്രത്യേകിച്ച് ബസ്സുകൾക്ക് എന്തറിയോ, കാറുകൾ ബസ്സുകൾക്ക് സൈഡ് കൊടുക്കുക. അത് ലോകത്ത് എല്ലാ നഗരങ്ങളിലും ഉള്ളൊരു നിയമമാണ്. ബസ്സുകളുടെ ബാക്കിൽ ഒരു സ്റ്റിക്കർ ഉണ്ടാകും. അവർ ഓവർടേക്ക് ചെയ്യുന്നിടത്ത് ഒരു ഗ്രീൻ, അവർ ഓവർടേക്ക് ചെയ്യാൻ അനുവദിക്കണം. നിങ്ങൾ എന്ത് ചെയ്യണം, കാർ ഒന്ന് ബാക്കിൽ നിന്ന്. എന്ത് കാരണം എന്നറിയോ, നിങ്ങളുടെ കാറിൽ നിങ്ങളോ ഒരാളോ രണ്ടാളോ നാലാളൊക്കെ ഒരു കാറിൽ കാണൂ, ഒരു ബസ്സിൽ 40 ആളുണ്ടാകും. ആ 40 ആളുകൾക്ക് നിങ്ങൾ മുൻഗണന കൊടുക്കണം. കാരണം അതിൽ ആളുകൾ ഏറെയുണ്ട്. നിങ്ങൾ 2 ആളല്ലേ ഉള്ളൂ. സൗകര്യമുണ്ടെങ്കിൽ പോയിക്കോ. അല്ലെങ്കിൽ ഒരു ബസ്സിനെ അല്ലെങ്കിൽ ഒരു ട്രാമിനെ, ഒരു കൂട്ടമായ ആളുകൾ യാത്ര ചെയ്യുന്ന ഒരു സംവിധാനത്തെ നിങ്ങൾ ബ്ലോക്ക് ചെയ്യരുത്. ഇതൊരു കോമൺ നിയമമാണ്. നമ്മുടെ നാടുകളിൽ മാത്രമേ ഈ സ്വീപ്പാക്കലുള്ളൂ. അത് ബസ്സുകാരും മനസ്സിലാക്കണം. അവരെക്കാളും തിരക്കിൽ പോകേണ്ട അർജന്റ് കേസ് വരുമ്പോൾ ബസ്സുകൾ എന്ത് ചെയ്യണം, അവർക്ക് പറ്റുന്നിടങ്ങളിൽ അവരും സൈഡ് കൊടുക്കണം. അല്ലേ, ഒരാളെ ഇറക്കാണ്, നടു റോട്ടിൽ നിർത്തിയിട്ട് പോവുക ചെയ്യരുത്. അലൈക്കും ബിജാനിബി ത്വരീഖ്, വഴിയുടെ ഓരത്തേക്ക് മാറി നിൽക്കണം. നിങ്ങൾ സൈഡ് ചെയ്യാൻ. നമ്മുടെ റോഡുകൾ വളരെ പരിമിതമാണ്. നമ്മുടെ നാട്ടിലത്തെ ഈ റോഡുകൾ കണ്ട നമ്മൾ ലോകത്തെവിടെയും ഇങ്ങനെ ഒരു സാമർഥ്യമുള്ള ഡ്രൈവർമാർ, കേരളത്തിലെ ഡ്രൈവർമാർക്ക് ഇന്റർനാഷണൽ ലൈസൻസ് കൊടുക്കണം എന്നാണ് നമ്മൾ പറയാം. റോഡുകളിലെ നിയമങ്ങൾ നമ്മൾ പാലിച്ചേ പറ്റൂ. ഇതെല്ലാവരുടെയും നന്മക്ക് നിർബന്ധമാണ്. ഇതൊക്കെ ശരീഅത്തിന്റെ ഭാഗമാണ്. ഇസ്ലാം ടച്ച് ചെയ്യാത്ത എന്താ ലോകത്തുള്ളത്? നമ്മൾ ആലോചിച്ച് നോക്കി. എല്ലായിടത്തും നിയമങ്ങളിൽ